ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളെയാണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കുന്നതിനായി ഞാൻ ചില ലെസൺസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ 3 ലിറ്റിൽ പിഗ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രസകരമായ പാഠഭാഗങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 3 ലിറ്റിൽ പിഗ്സ് എന്ന ലെസൺ നോക്കാം. വൺസ് അപ്പോൺ എ ടൈം there lived 3 ലിറ്റിൽ പിഗ്സ് വിത്ത് their മദർ. ഒരിക്കൽ ഒരിടത്ത് 3 പന്നിക്കുട്ടന്മാർ അവരുടെ അമ്മയോടൊപ്പം ജീവിക്കുന്നുണ്ടായിരുന്നു. വൺ ഡേ their മദർ കാൾഡ് them ആൻഡ് സെഡ്. ഒരു ദിവസം അവരുടെ അമ്മ അവരെ വിളിച്ച് പറഞ്ഞു, യു ആർ ഓൾഡ് ഇനഫ് നൗ. നിങ്ങളിപ്പോൾ വളർന്നു വലുതായിരിക്കുന്നു. ഗോ ഔട്ട് ഇൻ ടു ദി വേൾഡ് ആൻഡ് സീക്ക് യുവർ ഫോർച്യൂൺ. നിങ്ങൾ എന്ത് ചെയ്യണം? പുറം ലോകത്തേക്ക് പോയി നിങ്ങളുടെ ഭാഗ്യം കണ്ടെത്തണം. സീക്ക് പറഞ്ഞാൽ അന്വേഷിക്കുക, ഫോർച്യൂൺ ഭാഗ്യം, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. വർക്ക് ഹാർഡ്, ബി ഓണസ്റ്റ് ആൻഡ് ബിവെയർ ഓഫ് ദ ബിഗ് ബാഡ് വോൾഫ്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുക, നന്നായി ജോലി ചെയ്യുക. ബി ഓണസ്റ്റ്, സത്യസന്ധരായിരിക്കുക. ആൻഡ് ബിവെയർ സൂക്ഷിക്കുക. ഓഫ് ദി ബിഗ് ബാഡ് വോൾഫ്, കാട്ടിൽ ആരുണ്ട്? കൂറ്റൻ ചെന്നായിയുണ്ട്, അവനെ സൂക്ഷിക്കുക. ഇത്രയുമാണ് അവരുടെ അമ്മ അവരോട് പറഞ്ഞത്. ദി 3 ലിറ്റിൽ പിഗ്സ് സെറ്റ് ഔട്ട്. ഇത് കേട്ട് 3 പന്നിക്കുട്ടന്മാരും എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. ദി ഫസ്റ്റ് പിഗ് മെറ്റ് എ മാൻ ക്യാരിയിങ് എ ബണ്ടിൽ ഓഫ് സ്ട്രോ ആൻഡ് സെഡ്. അങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് പിഗ് ആരെയാണ് കണ്ടത്? ഒരു ബണ്ടിൽ സ്ട്രോയുമായിട്ട് വരുന്ന ആളെയാണ് കണ്ടത്. ബണ്ടിൽ പറഞ്ഞാൽ എന്താണ്? കെട്ട്. സ്ട്രോ വൈക്കോൽ. അപ്പോൾ ഒരു കെട്ട് വൈക്കോലും കൊണ്ടുവരുന്ന ഒരാളെയാണ് കണ്ടത്. പ്ലീസ് ഗിവ് മീ ദാറ്റ് സ്ട്രോ ടു ബിൽഡ് എ ഹൗസ്. അവൻ അയാളോട് എന്ത് പറഞ്ഞു? ഈ സ്ട്രോ എനിക്ക് വീടുണ്ടാക്കാൻ തരൂ എന്ന് പറഞ്ഞു. ദി മാൻ ഡിഗ് ആൻഡ് ദ പിഗ് ബിൽറ്റ് എ ഹൗസ് ഓഫ് സ്ട്രോ. അവന് ആ സ്ട്രോ കൊടുത്തു. അവൻ അത് ഉപയോഗിച്ച് എന്ത് ചെയ്തു? വീടുണ്ടാക്കി. ദി സെക്കൻഡ് ലിറ്റിൽ പിഗ് മെറ്റ് എ മാൻ വിത്ത് എ ബണ്ടിൽ ഓഫ് ടിക്സ് ആൻഡ് സെഡ്. സെക്കൻഡ് ലിറ്റിൽ പിഗ് ആരെയാണ് കണ്ടത്? ഒരു ബണ്ടിൽ ടിക്സുമായിട്ട് വരുന്നത്, ഒരു കെട്ട് ടിക്സ് ചുള്ളിക്കമ്പുകളുമായിട്ട് വരുന്ന ഒരാളെയാണ് കണ്ടത്. അവൻ അയാളോട് പറഞ്ഞു, പ്ലീസ് ഗിവ് മീ ദ ടിക്സ് ടു ബിൽഡ് എ ഹൗസ്. ദയവായി ഈ ടിക്സ് എനിക്ക് വീടുണ്ടാക്കാൻ തരൂ എന്ന് പറഞ്ഞു. ദി മാൻ ഡിഡ് ആൻഡ് ദ പിഗ് ബിൽറ്റ് എ ഹൗസ് ഓഫ് ടിക്സ്. അയാളത് അവന് കൊടുത്തു. അവൻ എന്ത് ചെയ്തു? അതുപയോഗിച്ച് വീടുണ്ടാക്കി. ദി തേർഡ് ലിറ്റിൽ പിഗ് മെറ്റ് എ മാൻ വിത്ത് എ ലോഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സെഡ്. തേർഡ് ലിറ്റിൽ പിഗ് ആരെയാണ് കണ്ടത്? ഒരു ലോഡ് ബ്രിക്സുമായിട്ട് വരുന്ന ആളെയാണ് കണ്ടത്. ബ്രിക്സ് എന്താണ്? ഇഷ്ടികയായിട്ട് വരുന്ന ആളെയാണ് കണ്ടത്. അവൻ അയാളോട് പറഞ്ഞു, പ്ലീസ് ഗിവ് മീ ദോസ് ബ്രിക്സ് ടു ബിൽഡ് എ ഹൗസ്. ഈ ബ്രിക്സ് എനിക്ക് വീടുണ്ടാക്കാൻ തരൂ എന്ന് പറഞ്ഞു. ബ്രിക്സ് എന്താണ്? ഇഷ്ടിക. എനിക്ക് ഇഷ്ടിക വീടുണ്ടാക്കാൻ തരൂ എന്ന് പറഞ്ഞു. ദി മാൻ ഡിഡ് ആൻഡ് ദ ലിറ്റിൽ പിഗ് ബിൽറ്റ് എ ഹൗസ് ഓഫ് ബ്രിക്സ്. അയാളത് അവന് കൊടുത്തു. അവൻ അത് ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കി. അപ്പോൾ 3 പന്നിക്കുട്ടന്മാരും വീടുണ്ടാക്കി. ഫസ്റ്റിലത്തെ ആൾ എന്തുപയോഗിച്ചാണ് വീടുണ്ടാക്കിയത്? വൈക്കോൽ ഉപയോഗിച്ചിട്ട്. സെക്കൻഡിലത്തെ ആൾ ടിക്സ് ഉപയോഗിച്ച് വീടുണ്ടാക്കി, ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് വീടുണ്ടാക്കി. തേർഡിലത്തെ ആളാണെങ്കിലോ ഇഷ്ടിക ഉപയോഗിച്ചാണ് വീടുണ്ടാക്കിയത്. ദി ബിഗ് ബാഡ് വോൾഫ് സോ ദ ഫാറ്റ് ലിറ്റിൽ പിഗ്സ് ബിൽഡ് ഹൗസസ്. ഇതൊക്കെ ആര് കാണുന്നുണ്ടായിരുന്നു? ബിഗ് ബാഡ് വോൾഫ്. ഇവർ ഈ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വെൻറ്റ് ടു ദി ഫസ്റ്റ് ലിറ്റിൽ പിഗ് ആൻഡ് സെഡ്. അവൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ലിറ്റിൽ പിഗിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ലിറ്റിൽ പിഗ് ലെറ്റ് മീ ഇൻ. ലിറ്റിൽ പിഗ് എന്നെ അകത്തേക്ക് കടത്തു എന്ന് പറഞ്ഞു. ദ പിഗ് റിപ്ലൈഡ്. പിഗ് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നോ, നോട്ട് ബൈ ദ ഹെയർ ഓഫ് മൈ ചിൻ. അതായത് ഞാൻ നിന്നെ ഒരിക്കലും അകത്തേക്ക് കടത്തില്ലെന്ന് പറഞ്ഞു. സെഡ് ദി വൂൾഫ്. അപ്പോൾ വൂൾഫ് പറഞ്ഞു, ദെൻ ഐ വിൽ ഹഫ് ആൻഡ് ഐ വിൽ പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഇൻ. അപ്പോൾ വൂൾഫ് എന്താ പറഞ്ഞത്? എന്നാൽ ഞാൻ നിൻ്റെ വീടിനെ ഊതി പറപ്പിക്കുമെന്ന് പറഞ്ഞു. സോ ഹി ഹഫ്ഡ് ആൻഡ് ഹി പഫ്ഡ് ആൻഡ് ഹി ബ്ലൂ ദ ഹൗസ് ഡൗൺ. എന്നിട്ട് എന്ത് ചെയ്തു? ആ വീടിനെ ഊതി പറപ്പിച്ചു. കാരണം എന്താണ്? അത് വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നല്ലോ. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് തകർക്കാനായിട്ട് വൂൾഫിന് കഴിഞ്ഞു. ദി ഫസ്റ്റ് ലിറ്റിൽ പിഗ്
ran as fast as he could to the second pig's house. അപ്പം വീട് തകർന്നു പോയില്ലേ, ഇനി അവിടെ നിന്നാൽ രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി. അവൻ എന്ത് ചെയ്തു? അവന് കഴിയുന്നത്ര വേഗത്തിൽ സെക്കൻഡ് പിഗിൻ്റെ വീട്ടിലേക്ക് ഓടി. ഹീ നോക്ക്ഡ് ഓൺ ദ ഡോർ ആൻഡ് സെഡ്, അവൻ അവിടെ ചെന്ന് വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, ബ്രദർ ബ്രദർ ലെറ്റ് മീ ഇൻ ഓർ ദ ബിഗ് ബാഡ് വൂൾഫ് വിൽ ഈറ്റ് മീ അപ്പ്. സഹോദര സഹോദര എന്നെ അകത്തേക്ക് കടത്തൂ, അല്ലെങ്കിൽ ബിഗ് ബാഡ് വൂൾഫ് എന്നെ തിന്നും എന്ന് പറഞ്ഞു. ദി സെക്കൻഡ് ലിറ്റിൽ പിഗ് ലെറ്റ് ദ ഫസ്റ്റ് പിഗ് ഇൻ ആൻഡ് ക്വിക്ക്ലി ഷട്ട് ദ ഡോർ. സെക്കൻഡ് ലിറ്റിൽ പിഗ് എന്ത് ചെയ്തു? പെട്ടെന്ന് വാതിൽ തുറന്ന് അവനെ അകത്തേക്ക് കടത്തി വാതിൽ അടച്ചു. സൂൺ ദ വൂൾഫ് കെയിം ടു ദ സെക്കൻഡ് പിഗ്സ് ഹൗസ് ആൻഡ് സെഡ്, വൂൾഫിന് മനസ്സിലായില്ലേ അവൻ സെക്കൻഡ് പിഗിൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന്. വൂൾഫും അതുപോലെ സെക്കൻഡ് പിഗിൻ്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ലിറ്റിൽ പിഗ് ലെറ്റ് മീ ഇൻ. ലിറ്റിൽ പിഗ് എന്നെ അകത്തേക്ക് കടത്തൂ എന്ന് പറഞ്ഞു. ദി ടു ലിറ്റിൽ പിഗ്സ് ഷൗട്ടഡ് ടുഗദർ. രണ്ട് ലിറ്റിൽ പിഗ്സും ഒരുമിച്ച് നിലവിളിച്ച് പറഞ്ഞു, നോ നോട്ട് ബൈ ദ ഹെയർ ഓഫ് അവർ ചിന്നി ചിൻ ചിൻ. ഇല്ലില്ല, ഞങ്ങൾ ഒരിക്കലും നിന്നെ അകത്തേക്ക് കടത്തില്ല എന്ന് പറഞ്ഞു. സെഡ് ദ വൂൾഫ്. അപ്പോൾ വൂൾഫ് പറഞ്ഞു, ദെൻ ഐ വിൽ ഹഫ് ആൻഡ് ഐ വിൽ പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഇൻ. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിൻ്റെ വീടിനെ ഊതി പറപ്പിക്കും എന്ന് പറഞ്ഞു. സോ ഹി ഹഫ്ഡ് ആൻഡ് ഹി പഫ്ഡ് ആൻഡ് ഹി ബ്ലൂ ദ ഹൗസ് ഡൗൺ. അങ്ങനെ അവൻ ആ സെക്കൻഡ് ലിറ്റിൽ പിഗിൻ്റെ വീടിനെയും ഊതിപ്പറപ്പിച്ചു, അതിനെ തകർത്ത് കളഞ്ഞു. ദ ടു ലിറ്റിൽ പിഗ്സ് റാൻ ആസ് ഫാസ്റ്റ് ആസ് ദേ കുഡ് ടു ദി തേർഡ് ലിറ്റിൽ പിഗ്സ് ഹൗസ്. രണ്ട് പന്നിക്കുട്ടന്മാരും എന്ത് ചെയ്തു? വീട് തകർന്നു പോയില്ലേ, ഇനി അവിടെ നിന്നാൽ രക്ഷയില്ല. അവർ തേർഡ് ലിറ്റിൽ പിഗിൻ്റെ വീട്ടിലേക്ക് അവർക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഓടി. ദേ നോക്ക്ഡ് ഓൺ ദ ഡോർ ആൻഡ് സെഡ്. അവിടെ ചെന്ന് ആ വാതിലിൽ മുട്ടിയിട്ട് അവർ പറഞ്ഞു, ബ്രദർ ബ്രദർ ലെറ്റ് us in ഓർ ദ ബിഗ് ബാഡ് വൂൾഫ് വിൽ ഈറ്റ് us up. ബ്രദർ ഞങ്ങളെ അകത്തേക്ക് കടത്തൂ, അല്ലെങ്കിൽ ബിഗ് ബാഡ് വൂൾഫ് എന്ത് ചെയ്യും? ഞങ്ങളെ തിന്നുമെന്ന് പറഞ്ഞു. ദി തേർഡ് ലിറ്റിൽ പിഗ് ലെറ്റ് ഹിസ് ബ്രദേഴ്സ് ഇൻ ആൻഡ് ബാങ്ക്ഡ് ദ ഡോർ ഷട്ട് ആൻഡ് ഷോട്ട് ദ ബോൾട്ട്. തേർഡ് ലിറ്റിൽ പിഗ് എന്ത് ചെയ്തു? ബ്രദേഴ്സിന് വാതിൽ തുറന്ന് പെട്ടെന്ന് ഉള്ളിലേക്ക് കടത്തി. എന്നിട്ട് വാതിൽ വലിച്ചടച്ച് ബോൾട്ട് ഇട്ടു. യു ആർ സേഫ് ഹിയർ സെഡ് ദ തേർഡ് ലിറ്റിൽ പിഗ്. നിങ്ങളിവിടെ സേഫാണ്, സുരക്ഷിതരാണ്, തേർഡ് ലിറ്റിൽ പിഗ് പറഞ്ഞു. ഐ ബിൽറ്റ് മൈ ഹൗസ് വിത്ത് ബ്രിക്സ് ആൻഡ് മോർട്ടാർ. കാരണം എന്താണ്? ബിൽറ്റ് ഉണ്ടാക്കുക. ഞാൻ എൻ്റെ വീടുണ്ടാക്കിയിരിക്കുന്നത് ബ്രിക്സും മോർട്ടാറും കൊണ്ടാണ്. മോർട്ടാർ പറഞ്ഞാൽ എന്താണ്? സിമെൻറ്റ്, മണൽ, കുമ്മായി ഇതൊക്കെ കൂടി കുഴച്ചുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് മോർട്ടാർ. അപ്പോൾ ഞാൻ ബ്രിക്സും മോർട്ടാറും ഉപയോഗിച്ചാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബലമുള്ള വീടാണ് എൻ്റെ, അതുകൊണ്ട് അവൻ തകർക്കാനായിട്ട് കഴിയില്ലെന്ന് പറഞ്ഞു. ദ ബിഗ് ബാഡ് വൂൾഫ് കെയിം ടു ദി തേർഡ് ലിറ്റിൽ പിഗ്സ് ഹൗസ് ആൻഡ് സെഡ്. ബിഗ് ബാഡ് വൂൾഫ് എന്ത് ചെയ്തു? പഴയതുപോലെ തേർഡ് ലിറ്റിൽ പിഗിൻ്റെ വീട്ടിലേക്കും വന്നു. എന്നിട്ട് പറഞ്ഞു, ലിറ്റിൽ പിഗ് ലെറ്റ് മീ ഇൻ. ലിറ്റിൽ പിഗ് എന്നെ അകത്തേക്ക് കടത്തു എന്ന് പറഞ്ഞു. സെഡ് ദ ത്രീ ലിറ്റിൽ പിഗ്സ്. അപ്പം 3 പേര് ഒരുമിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? നോ നോട്ട് ബൈ ദ ഹെയർ ഓഫ് അവർ ചിന്നി ചിൻ ചിൻ. ഇല്ലില്ല, ഞങ്ങൾ നിന്നെ ഒരിക്കലും ഉള്ളിലേക്ക് കടത്തില്ല എന്ന് പറഞ്ഞു. ദെൻ ഐ വിൽ ഹഫ് ആൻഡ് ഐ വിൽ പഫ് ആൻഡ് ബ്ലോ യുവർ ഹൗസ് ഇൻ. വൂൾഫ് പഴയതുപോലെ തന്നെ, എന്നാൽ ഞാൻ നിൻ്റെ വീടിനേക്ക് ഊരി പറപ്പിക്കും എന്ന് പറഞ്ഞു. വെൽ ദ വോൾഫ് ഹഫ്ഡ് ആൻഡ് ഹി പഫ്ഡ് ആൻഡ് ഹി പഫ്ഡ് ആൻഡ് ഹി ഹഫ്ഡ് ബട്ട് ഹി കുഡിൻറ്റ് ബ്ലോ ദ ഹൗസ് ഡൗൺ. വോൾഫ് അവൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് വീടിന് തകർക്കാനായിട്ട് ശ്രമിച്ചു. അവൻ എങ്ങനെയല്ല ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ വീട് തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താണ്? നല്ല ബലമുള്ള വീടായിരുന്നല്ലോ അത്, അതുകൊണ്ട് അവന് തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. ദി ത്രീ ലിറ്റിൽ പിഗ്സ് വേർ വാച്ചിങ് ഹിം ആൾ ദ ടൈം ത്രൂ ദി വിൻഡോ. അപ്പോൾ ത്രീ ലിറ്റിൽ പിഗ്സ് എന്ത് ചെയ്യുകയായിരുന്നു? ഈ സമയം മുഴുവൻ ജനലിലൂടെ വൂൾഫ് എന്താ ചെയ്യുന്നതെന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വാച്ചിങ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വെൻ ദ വൂൾഫ് ന്യൂ ഹീ കുഡിൻറ്റ് ബ്ലോ ദ ഹൗസ് ഡൗൺ ഹീ ക്ലൈംഡ് അപ്പ് ദ ഹൗസ്. വെൻ ദ വൂൾഫ് ന്യൂ, വൂൾഫിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഹീ കുഡിൻറ്റ് ബ്ലോ ദ ഹൗസ് ഡൗൺ. അവൻ ആ വീട് തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ എന്ത് ചെയ്തു? ഹീ ക്ലൈംഡ് അപ്പ് ദി ഹൗസ്. അവൻ വീടിൻ്റെ മുകളിലേക്ക് കയറി. ദ പിഗ്സ് ന്യൂ ദാറ്റ് ഹീ വുഡ് ക്ലൈം ഡൗൺ ദ ചിമ്നി ആൻഡ് എൻ്റർ ദ ഹൗസ്. ദ പിഗ്സ് ന്യൂ ദാറ്റ്. പിഗ്സിന് മനസ്സിലായി, പന്നിക്കുട്ടന്മാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഹീ വുഡ് ക്ലൈം ഡൗൺ ദ ചിമ്നി. അവൻ എന്തിനാണ് മുകളിലേക്ക് കയറുന്നത്? വീടിൻ്റെ മുകളിൽ ചിമ്മിനി ഉണ്ട്, പൂക്കുഴലുണ്ടല്ലേ. അപ്പോൾ അതിലൂടെ ഇറങ്ങിയാൽ എൻ്റർ ദി ഹൗസ്, വീടിനുള്ളിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് മുകളിലേക്ക് കയറുന്നതെന്ന് മനസ്സിലായി. സോ ദേ lit the fire in the fireplace and kept a large cauldron of water to boil.
അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ നല്ല ബുദ്ധിയുള്ള പന്നിക്കുട്ടന്മാരാണ്. അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ദേ ലിറ്റ് ദ ഫയർ ഇൻ ദി ഫയർ പ്ലേസ്. നേരെ ചിമ്മിയുടെ താഴെ എന്തുണ്ട്? അടുപ്പുണ്ട്. അവർ അടുപ്പ് കത്തിച്ചു, അടുപ്പിൽ തീ കത്തിച്ചു. ആൻഡ് കെപ്റ്റ് എ ലാർജ് കോൾഡ്രൺ. എന്നിട്ട് എന്ത് ചെയ്തു? വലിയൊരു കോൾഡ്രൺ അതിൻ്റെ മുകളിൽ എടുത്തു വെച്ചു. ഓഫ് വാട്ടർ ടു ബോയിൽ ഇറ്റ്. അതിലിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് തുടങ്ങി. ദി വോൾഫ് സ്ക്യൂസ്ഡ് ഹിംസെൽഫ് ഇൻ ടു ദ നാരോ ചിമ്നി ആൻഡ് ക്ലൈംബ്ഡ് ഡൗൺ. വൂൾഫ് എന്ത് ചെയ്തു? സ്ക്യൂസ്ഡ് പറഞ്ഞാൽ എന്താണ്? നുഴഞ്ഞു കയറുക. കാരണം ചിമ്മിനി ചെറുതാണല്ലേ, അപ്പം ഞെങ്ങി ഞെരിങ്ങി അതിനുള്ളിലേക്ക് കടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ദി ഫസ്റ്റ് ലിറ്റിൽ പിഗ് റിമൂവ്ഡ് ദ കവർ ഓഫ് ദി കോൾഡ്രൺ. ഈ സമയമാകുമ്പോഴേക്ക് എന്തായി? താഴെ കോൾഡ്രണിലുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലിറ്റിൽ പിഗ് മെല്ലെ കോൾഡ്രൻ്റെ കവർ മാറ്റി, കോൾഡ്രൺ അടച്ചു വെച്ചിരുന്ന മൂടി മാറ്റി, റിമൂവ്ഡ് മാറ്റി. ദി സെക്കൻഡ് ലിറ്റിൽ പിഗ് ടുക്ക് എ ലോങ് ബ്രൂം സ്റ്റിക്ക് ആൻഡ് പോക്ക്ഡ് ദ വോൾഫ് വിത്ത് ഇറ്റ്. സെക്കൻഡ് ലിറ്റിൽ പിഗ് എന്ത് ചെയ്തു? ഒരു വലിയ ബ്രൂം സ്റ്റിക്ക് എടുത്തു, നീളമുള്ള ബ്രൂം സ്റ്റിക്ക് എടുത്തിട്ട് പോക്കഡ് കുത്തി. ദി വൂൾഫ് വിത്ത് ഇറ്റ്. വോൾഫിനെ അതുപയോഗിച്ച് കുത്തി. ദി വൂൾഫ് യെൽഡ് വിത്ത് പെയിൻ. വൂൾഫ് എന്ത് ചെയ്തു? യെൽഡ് നിലവിളിച്ചു. വിത്ത് പെയിൻ വേദന കൊണ്ട്, കുത്തിയപ്പോൾ വേദനിക്കുമല്ലോ, അപ്പോൾ വേദന കൊണ്ട് നിലവിളിച്ചു. ആൻഡ് ഫെൽ സ്ട്രെയിറ്റ് ഇൻ ടു ദി ബോയിലിംഗ് വാട്ടർ. എന്നിട്ട് നേരെ എവിടെ വന്ന് വീണു? തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വീണു. ക്യുക്കിലി ദി തേർഡ് ലിറ്റിൽ പിഗ് പുട്ട് ദ കവർ ബാക്ക് ഓൺ ദ കോൾഡ്രൺ. ക്യുക്കിലി പെട്ടെന്ന് തന്നെ ദി തേർഡ് ലിറ്റിൽ പിഗ് എന്ത് ചെയ്തു? മൂന്നാമത്തെ ലിറ്റിൽ പിഗ് പുട്ട് ദി കവർ ബാക്ക് ഓൺ ദ കോൾഡ്രൺ. കോൾഡ്രൺ വീണ്ടും അടച്ചു വെച്ചു. ദ ബിഗ് ബാഡ് വൂൾഫ് വാസ് വെൽ ആൻഡ് ട്രൂലി കുക്ക്ഡ്. ബിഗ് ബാഡ് വൂൾഫ് എന്തായി? നന്നായി വെന്ത് പാകമായി. ദി ത്രീ ലിറ്റിൽ പിഗ്സ് ഏറ്റ് ഹിം ഫോർ സപ്പർ. 3 പന്നിക്കുട്ടന്മാരും കൂടി എന്ത് ചെയ്തു? വൂൾഫിനെ, അവരുടെ ശത്രുവിനെ എന്ത് ചെയ്തു? സപ്പറായിട്ട് കഴിച്ചു. ആൻഡ് ലിവ്ഡ് ടുഗദർ ഹാപ്പിലി എവർ ആഫ്റ്റർ. പിന്നീട് അവർ കുറേ കാലം വൂൾഫിൻ്റെ ശല്യമൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചു. അപ്പോൾ എല്ലാവർക്കും 3 ലിറ്റിൽ പിഗ്സ് എന്നുള്ള ഈ ലെസൺ ഇഷ്ടപ്പെട്ടില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ രസകരമായ പാഠഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ യുവേഴ്സ് ഓൺ.